ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ്. രണ്ട് തരം ലെറ്റേഴ്സാണ് നമ്മൾ സാധാരണ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാറുള്ളത്. ഒന്നെങ്കിൽ ഫോമൽ ലെറ്റർ എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ ഇൻഫോമൽ ലെറ്റർ എഴുതാൻ ചോദിക്കും. ഈ രണ്ട് ലെറ്റേഴ്സും എന്തൊക്കെയാണ്, എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഫോമൽ ലെറ്റർ നമ്മൾ മറ്റൊരു പേര് കൂടി പറയാറുണ്ട്, ഒഫീഷ്യൽ ലെറ്റർ. ഒഫീഷ്യലായിട്ട് ഏതെങ്കിലും ഓഫീസുമായി ബന്ധപ്പെട്ട് എഴുതുന്ന കത്തുകളെയാണ് നമ്മൾ ഫോമൽ ലെറ്റർ എന്ന് പറയുക അല്ലേ. ഇൻഫോമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ അനൗപചാരികമായിട്ട് ഫ്രണ്ട്ലി നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ കുടുംബക്കാർക്ക് എഴുതുന്ന കത്തുകളെയാണ് നമ്മൾ ഇൻഫോമൽ ലെറ്റർ എന്ന് പറയാം. അപ്പോൾ ഈ ഓരോന്നും എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഫോമൽ ലെറ്റർ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലെറ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഔപചാരിക കത്ത് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയല്ലേ. ഒരു ഔപചാരിക കത്ത് എന്നത് ഔദ്യോഗികമോ തൊഴിൽപരമോ ആയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എഴുത്ത് രൂപത്തിലുള്ള ആശയവിനിമയമാണ്. ഇത് പ്രത്യേകമായ ചിട്ടയുള്ളതായ നല്ല ഔദ്യോഗികമായ ശൈലിയും കൃത്യമായ ഭാഷ ഉപയോഗിച്ച് എഴുതുന്നതാണ് നമ്മൾ ഫോമൽ ലെറ്റർ എന്ന് പറയുന്നത്. വ്യക്തിപരവും സാധാരണവുമായ ഇൻഫോമൽ കത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഔപചാരിക കത്തുകൾ സാധാരണയായി അധികാരികൾക്കോ സ്ഥാപനങ്ങൾക്കോ ബിസിനസ്സുകൾക്കോ സർക്കാർ ഏജൻസികൾക്കോ അയക്കുന്നവയാണ്. വ്യക്തവും തെറ്റിദ്ധാരണയില്ലാത്തതും ബഹുമാനപൂർവമായ ആശയവിനിമയം അത്യാവശ്യമായ ഗൗരവമേറിയ കാര്യങ്ങൾക്കാണ് ഈ നമ്മൾ ഫോമൽ ലെറ്റർ ഉപയോഗിക്കുക. പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? അയക്കുന്നയാളുടെ കർശനമായ രൂപമാണ്, ഒരു ഫോർമാറ്റുമാണ് അല്ലെ. അയക്കുന്നയാളുടെ വിലാസം, തീയതി, സ്വീകർത്താവിന്റെ വിലാസം, അഭിസംബോധന, കത്തിന്റെ പ്രധാന ഭാഗം, ഉപസംഹാരം, ഒപ്പ് എന്നിവ ഉൾപ്പെടുന്നു. നിശ്ചിത ഘടന പിന്തുടരുന്നു. അതായത് കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഔദ്യോഗിക ശൈലി നിഷ്പക്ഷവും മാന്യവും ബഹുമാനമുള്ളതുമായ ശൈലി നിലനിർത്തുന്നു. സ്ലാങ്ങുകൾ, പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങൾ, അമിത വൈകാരിക പ്രകടനങ്ങൾ എന്നിവ ഒഴിവാക്കുന്നു. കാര്യങ്ങൾ കൃത്യമായിട്ട് നേരിട്ട് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ പറയണം. വ്യക്തമായ ഉദ്ദേശം, ഒരു അപേക്ഷ നൽകുക, പരാതി രേഖപ്പെടുത്തുക, ജോലിക്കായി അപേക്ഷിക്കുക, ഔദ്യോഗിക വിവരങ്ങൾ നൽകുക, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നിങ്ങനെയുള്ള വ്യക്തമായ ഒരു ലക്ഷ്യം ഇതിനുണ്ടാകും. പിന്നെ സംക്ഷിപ്ത ഭാഷ, അനാവശ്യമായ വിശദീകരണങ്ങളോ വ്യക്തിപരമായ അനുഭവങ്ങളോ ഇല്ലാതെ നേരിട്ട് കാര്യത്തിലേക്ക് വരുന്നു. സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും. കൃത്യത, വിശ്വാസ്യത നിലനിർത്തുന്നതിനായി ശരിയായ വ്യാകരണവും അക്ഷരത്തെറ്റില്ലാതെയും ചിഹ്നങ്ങളും കൃത്യമായി ഉപയോഗിക്കണം. ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് ഒരു ഫോമൽ ലെറ്ററിന്? ജോലി അപേക്ഷാ കത്തുകൾ, കവർ ലെറ്ററുകൾ, പരാതി കത്തുകൾ, ബിസിനസ് കത്തിടപാടുകൾ, രാജിക്കത്തുകൾ, ഇതൊക്കെ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് എഴുതാം. ഇനി ഒരു ഫോമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് മാതൃക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പോലെയാണ് നമ്മളൊരു ഫോമൽ ലെറ്റർ എഴുതേണ്ടത്. ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്തായിട്ട് നെയിം ഓഫ് സെൻഡർ, അയക്കുന്നയാളുടെ പേര്. അതിന് തൊട്ട് താഴെയായിട്ട് അഡ്രസ് ഓഫ് ദി സെൻഡർ, അയക്കുന്നയാളുടെ അഡ്രസ് ആണ് നമ്മൾ രണ്ടാമതായിട്ട് എഴുതേണ്ടത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് താഴെ ഡേറ്റ്, കത്ത് എഴുതുന്ന തീയതി. അതിന് താഴെ നെയിം ഓഫ് ദി റിസീവർ, ആർക്കാണോ കത്ത് ലഭിക്കേണ്ടത് അയാളുടെ പേര്. നമ്മൾ ആർക്കാണോ എഴുതുന്നത് അയാളുടെ പേര്. അഡ്രസ് ഓഫ് ദി റിസീവറിന് താഴെയായിട്ട് അയാളുടെ അഡ്രസ്, കത്ത് ലഭിക്കേണ്ടയാളുടെ അഡ്രസ്. അതിന് താഴെയായിട്ട് സർ ഓർ മാഡം, അഭിസംബോധനം ചെയ്യുക, അഡ്രസ് ചെയ്യാം. അതിന് താഴെയായിട്ട് സബ്ജക്ട് ലൈൻ ഉണ്ട്. കത്ത് എഴുതുന്നതിന്റെ ഉദ്ദേശം, ലക്ഷ്യം ചുരുക്കത്തിൽ എഴുതുക. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ കത്ത് എഴുതുന്നത് അത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റിന്റെ ഭാഗത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ എഴുതുന്നത് അത് ചുരുക്കി എഴുതി വെക്കുക. ഇനി താഴെയുള്ളതാണ് ബോഡി ഓഫ് ലെറ്റർ. ഐ ആം ഡാഷ്, നമ്മൾ ആരാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കത്ത് തുടങ്ങാം. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു യു ടു ബ്രിങ് ആൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഇൻ ടു യുവർ നോട്ടീസ്. ഞാൻ ഈ കത്ത് എഴുതുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടുവരാനാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഡാഷ് ഇട്ട ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിൽ തന്നിട്ടുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി വിവരങ്ങൾ എഴുതുക. നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്ത് കത്താണ്, ആരാണ്, ആർക്ക് എഴുതുന്നത്, എന്ത് വിഷയവുമായി ബന്ധപ്പെട്ടാന്നുള്ള ചോദ്യത്തിലുണ്ടാവും അല്ലെ. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ കത്തിൽ എഴുതേണ്ട കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുക. ഇനി ആ കത്ത് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു സാമ്പിൾ ആണ് കേട്ടോ. ഐ ഹോപ്പ് യു വിൽ കൺസിഡർ ദിസ് കേസ് ആൻഡ് ടേക്ക് നെസസറി സ്റ്റെപ്സ് ഓൺ ദിസ് റിഗാർഡ്. ഈ കാര്യം നിങ്ങൾ ഗൗരവമായി ഏറ്റെടുക്കുമെന്നും പരിഗണിക്കുമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്കിങ് യു ഇൻ അഡ്വാൻസ്. നേരത്തെ തന്നെ ഞാൻ നന്ദി അറിയിക്കട്ടെ. ഏറ്റവും അവസാനം യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോടെ. അതിന് താഴെ SD/- സൈൻ ചെയ്യാനുള്ളതാണ്. നെയിം ഓഫ് ദി സെൻഡർ, അയക്കുന്നയാളുടെ പേര് ഏറ്റവും അവസാനമായിട്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഫോമൽ ലെറ്ററിന്റെ മാതൃക എന്ന് പറയുന്നത്. നമ്മൾ എഴുതേണ്ട ഒരു ഫോർമാറ്റ് നമ്മൾ പിന്തുടരുന്നത്, ഫോളോ ചെയ്യണം അല്ലെ. അത് ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഇതിൽ ഈ ബോഡിയുടെ ഭാഗത്ത് ചില സെന്റൻസുകൾ ഞാൻ തന്നിട്ടുണ്ട്. അത് സാമ്പിൾ ആയിട്ട് തന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിന് എന്ത് ചെയ്യാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ഏകദേശം രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി രണ്ടാമതായിട്ട് ഇൻഫോമൽ ലെറ്റർ ആണ്, ഫ്രണ്ട്ലി. നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ കുടുംബക്കാർക്കൊക്കെ നമ്മൾ എഴുതുന്ന കത്തുകളെയാണ് ഇൻഫോമൽ ലെറ്റർ എന്ന് പറയാം. അതിനെ അനൗപചാരിക കത്ത് എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഒരു അനൗപചാരിക കത്ത് എന്നത് പ്രധാനമായും വ്യക്തിപരമായ ഔദ്യോഗികമല്ലാത്ത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന എഴുത്ത് രൂപത്തിലുള്ള ആശയവിനിമയമാണ്. ഇത് സാധാരണമായതും സംഭാഷണ രൂപത്തിലുള്ളതുമായ ശൈലിയും വഴക്കമുള്ള രൂപവും വ്യക്തിഗതമാക്കിയ ഭാഷയും കൊണ്ട് വേറിട്ട് നിൽക്കുന്നു. അതായത് നമ്മൾ സ്വന്തം ആൾക്കാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് എഴുതുന്ന കത്തായതുകൊണ്ട് പ്രത്യേകിച്ച് അതിന് ഫോർമാറ്റോ അല്ലെങ്കിൽ ഒരു ഗൗരവമുള്ള ഭാഷ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിക്കാം. അനൗപചാരിക കത്തുകൾ സാധാരണയായി അടുത്ത സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ അല്ലെങ്കിൽ പരിചയക്കാർ എന്നിവർ തമ്മിലാണ് കൈമാറുന്നത്. വ്യക്തിപരമായ ബന്ധങ്ങൾ നിലനിർത്തുക, വാർത്തകൾ പങ്കുവെക്കുക, വികാരങ്ങൾ പ്രകടിപ്പിക്കുക, ആശംസകൾ അറിയിക്കുക അല്ലെങ്കിൽ വെറുതെ സംസാരിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. നമ്മൾ എന്തെങ്കിലും കാര്യം അറിയിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എഴുതുന്ന കത്തുകളെയാണ് ഇൻഫോമൽ ലെറ്റർ എന്ന് പറയാം.
സവിശേഷതകൾ എന്തൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ? പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് വഴക്കമുള്ള രൂപം, തീയതി, അഭിസംബോധന, കത്തിന്റെ പ്രധാന ഭാഗം, ഉപസംഹാരം, ഒപ്പ് എന്നിങ്ങനെയുള്ള ഒരു പൊതുവായ ധാരണയുണ്ടെങ്കിലും കർശനമായ നിയമങ്ങൾ പാലിക്കുന്നില്ല. വിലാസങ്ങൾ ഒഴിവാക്കാം, ഭാഗങ്ങളുടെ സ്ഥാനം കൂടുതൽ അയഞ്ഞതാകാം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ എഴുതി ഫോമൽ ലെറ്ററിന്റെ പോലെ തന്നെ അധികം കൃത്യമായ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് പിന്തുടരേണ്ട ആവശ്യമില്ല. സാധാരണ ശൈലി, ദൈനംദിന ഭാഷ, സ്ലാങ്ങുകൾ, പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങൾ, ചുരുങ്ങിയ വാക്കുകൾ ഇവ ഉപയോഗിക്കുന്നു. വ്യക്തിപരമായ അനുഭവങ്ങളും വൈകാരിക പ്രകടനങ്ങളും ഉൾപ്പെടുത്താം. എഴുതുന്നയാളുടെ വ്യക്തിത്വം പ്രകടമാവും. നമ്മൾ സ്വന്തക്കാർക്ക് എഴുതുന്ന കത്തായതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. വ്യക്തിപരമായ ഉദ്ദേശം, വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവെക്കുക, അനുഭവങ്ങൾ പങ്കിടുക, വികാരങ്ങൾ പ്രകടിപ്പിക്കുക, സാധാരണ പദ്ധതികൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഊഷ്മളമായ ആശംസകൾ അറിയിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അല്ലാതെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുക ഈ ഇൻഫോം ലെറ്റർ എഴുതുക. സംഭാഷണ ഭാഷ, സംസാരിക്കുന്ന ഒരു സംഭാഷണം പോലെ വായിക്കാൻ എളുപ്പമാണ്. പലപ്പോഴും ചോദ്യങ്ങളും ആശ്ചര്യചിഹ്നങ്ങളും നേരിട്ടുള്ള സംബോധനയൊക്കെ ഉൾപ്പെടുന്നു. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ നേരിട്ട് പറയുന്ന പോലെ സംഭാഷണം നടത്തുന്ന പോലെ ആയിരിക്കും ആ കത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും. കർശനമായ വ്യാകരണത്തിന് ചിഹ്നങ്ങൾക്ക് പ്രാധാന്യം കുറവ്. വ്യക്തത ഇപ്പോഴും പ്രധാനമാണെങ്കിലും ചെറിയ വ്യാകരണ പിഴവുകളോ അസാധാരണ ചിഹ്നങ്ങളോ ഔപചാരിക എഴുത്തിനെ അപേക്ഷിച്ച് ഇവിടെ പൊതുവെ സ്വീകാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആശ്ചര്യചിഹ്നങ്ങളൊക്കെ ഉപയോഗിക്കാം, ക്വസ്റ്റ്യൻ മാർക്കൊക്കെ അതിൽ ഉപയോഗിക്കാം. ഉദാഹരണങ്ങൾ എന്താണ്? ഇൻഫോം ലെറ്ററിന്റെ ഉദാഹരണങ്ങൾ: സുഹൃത്തുക്കൾക്കുള്ള കത്തുകൾ, കുടുംബാംഗങ്ങൾക്കുള്ള വിവരങ്ങൾ, ബന്ധുക്കൾക്കുള്ള നന്ദി കത്തുകൾ, അവധിക്കാല ആശംസകൾ പോലെയുള്ള നമ്മളെ കുടുംബക്കാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് എഴുതുന്ന എല്ലാ കത്തുകളും ഇൻഫോമൽ ലെറ്റർ ആയിട്ട് നമുക്ക് പറയാം. ഇനി ഇൻഫോമൽ ലെറ്ററിന്റെ മാതൃക എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഫോമൽ ലെറ്ററിനെ അപേക്ഷിച്ച് ഇൻഫോമൽ ലെറ്ററിന്റെ മാതൃക വളരെ സിമ്പിൾ ആണ്. ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്തായിട്ട് അഡ്രസ് ഓഫ് ദി സെൻഡർ, അയക്കുന്നയാളുടെ അഡ്രസ്സ് അല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ അഡ്രസ്സ് നമുക്ക് അവിടെ എഴുതി വെക്കാം. ഇനി ഡേറ്റ്, കത്ത് എഴുതുന്ന തീയതി, ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്ത് അഡ്രസ്സിന്റെ താഴെയായിട്ട് ഡേറ്റ്. ഒരു ചെറിയ ഗ്യാപ്പ് ഡിയർ, അവിടെ നമ്മൾ സാലുട്ടേഷൻ ആണ്. ഡിയർ ഫ്രണ്ട് എന്നോ ഡിയർ ബ്രദർ എന്നോ അല്ലെങ്കിൽ പേരാണെങ്കിൽ ആ പേര് വിളിച്ചിട്ട് നമുക്ക് അവരെ അഭിസംബോധന ചെയ്യാം, കോമ ഇടാം. ഇനി ഒരു കോമൺ ആയിട്ട് എല്ലാ കത്തുകളിലും പിന്തുടരാവുന്ന ഒരു ചെറിയ സെന്റൻസ് അവിടെ തന്നിട്ടുണ്ട്. ഇത് തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് നോക്കാം. ഇതുപോലെയുള്ള ഒരു സാമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാം. ഹൗ ആർ യു, സുഖമാണോ? ഐ ഹോപ്പ് യു ആർ വെൽ, സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് പ്രേ ഫോർ ഇറ്റ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് വി ഹാവ് മെറ്റ് ഈച്ച് അതർ, നമ്മൾ പരസ്പരം കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ. ഹൗ ഐ വിഷ്ഡ് ഫോർ യുവർ പ്രസൻസ് ഹിയർ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ടെൽ യു സംതിങ് സ്പെഷ്യൽ, ഞാൻ ഈ കത്ത് എന്നത് നിന്നോട് സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഇനി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നുള്ളത് താഴെ ഡാഷിട്ട ഭാഗത്താണ് നമ്മൾ എഴുതേണ്ടത്. ചോദ്യത്തിൽ തന്നിട്ടുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കി വിവരങ്ങൾ എഴുതുക. നമുക്ക് ചോദ്യം തന്നിട്ടുണ്ടാവും, ആർക്കാണ് കത്ത് എഴുതുന്നത് തന്നിട്ടുണ്ടാവും. അപ്പൊ അവർ എന്തായിരിക്കും സംസാരിക്കുക എന്നുള്ള നമുക്കറിയാം അല്ലെ. ആ കാര്യങ്ങൾ നമ്മൾ അവിടെ എഴുതി വെക്കുക. ഏറ്റവും അവസാനം ഐ ഹോപ്പ് വി വിൽ മീറ്റ് സൂൺ, നമ്മൾ പെട്ടെന്ന് കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ടു റിപ്ലൈ, മറുപടി അയക്കാൻ മറക്കരുത്. കൺവേ മൈ റിഗാർഡ്സ് ടു ദ ഫാമിലി, കുടുംബത്തോട് അന്വേഷണം പറയണം. ലെറ്റ് മീ സ്റ്റോപ്പ് മൈ വേർഡ്സ്, താങ്ക് യു, ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ, നന്ദി. ഏറ്റവും താഴെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് യുവേഴ്സ് ലവിംഗ്ലി, സ്നേഹത്തോടെ, SD/ സിഗ്നേച്ചറിന്റെ ഭാഗമാണ്. അതിന് ഏറ്റവും അവസാനമായിട്ട് നെയിം ഓഫ് ദി സെൻഡർ, അയക്കുന്ന ആളുടെ പേര്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇൻഫോമൽ ലെറ്റർ നമ്മൾ തയ്യാറാക്കുക.